അമ്മ വണ്ടി ഉണ്ടായിരുന്നു, ഒരാളെ വണ്ടിയിലായിരുന്നു. നമ്മളെ പട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് അതിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ആയതുകൊണ്ട് അങ്ങോട്ട് ടൂറിസ്റ്റൊക്കെ അടഞ്ഞെടുക്കുകയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ ജീവിതമാർഗം ആ ഒരു ടാക്സി ഫീൽഡായിരുന്നു. ഇപ്പോൾ അതില്ലാതായിട്ട് മാസങ്ങളായി. ഇപ്പോൾ പൊട്ടിയെന്ന് മുതൽ ഇന്ന് വരെ ഒരു ജോലിയില്ല. ഉപജീവനം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ഇത് റെഡി ആയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓപ്പണായി കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 10-10 ഡ്രൈവർമാർ തന്നെ അവിടെ ടാക്സി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എല്ലാവരും തന്നെ പ്രതിസന്ധിയിലായി. അതെ അതെ. ഈ പറയുന്ന മേഖല ഇതിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ പോലും അവിടേക്ക് പ്രവേശനം കൊടുത്തില്ല. എന്താണ് ഇവിടെ ഈ നടന്നിട്ട് 4 മാസത്തോടെ 3 മാസം കഴിഞ്ഞ് ഇന്നിട്ടും ഇവിടെ സർക്കാരിൻ്റെതായിട്ടോ ഒരു ഇതും കിട്ടിയിട്ടില്ല. ഈ ഒരുപാട് സ്ഥാപനങ്ങൾ എനിക്കൊക്കെ ഒരു കട ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയതാണ്. നമ്മളൊക്കെ ജീവിതം അതുമലായിരുന്നു. അതുവരെ കഷ്ടത്തിലാണിപ്പോൾ. ഇപ്പം മരിച്ചവരെക്കാട്ടിലും കഷ്ടം അവിടെ ജീവിക്കുന്നുമല്ലേ. ഇവിടെ ഈ സംഘടന കുറേ സംഘടനകൾ ഉണ്ടായി, ലീഗ്, കോൺഗ്രസ്, ഇങ്ങനത്തെ കുറേ സംഘടന ഐറ്റിങ് ഓല ഇത് അല്ല എന്നൊക്കെ ഇവിടെ കുറേ ആൾക്കാർ മരിച്ചു പോയും പട്ടിണി കിടന്നിട്ട്. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. സർക്കാർ ഈ കേരള സർക്കാരും ഒന്നും ചെയ്തില്ല, കേന്ദ്രവും ചെയ്തില്ല. ഇവര് രണ്ടും കൂടി കളിക്കുകയാണ്, ഒത്തുകളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചേട്ടന് ഈ ദുരന്തത്തിൽ വീടൊക്കെ നഷ്ടമായോ? വീട് നമ്മള് കട ഉണ്ടായി ഇവിടെ, എന്താ അറിയോ, അതൊക്കെ പോയതാ. ഈ കണക്കെന്തെങ്കിലും എടുത്തു പോയോ? ആര് കണക്കെടുക്കാന്? ഒരു അന്വേഷണവും ഇല്ല, ആർക്കും ഇല്ല. ഇതാ നോക്കി ഇവിടെ നിങ്ങൾ കാണില്ലേ, ഇവിടുത്തെ സ്ഥിതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇത് തന്നെ അവിടുത്തെ സ്ഥിതി. സർക്കാർ പറയുന്ന കേന്ദ്രം തന്നില്ലാന്ന്, പിന്നെ കേന്ദ്രം പറയുന്ന കേരളത്തിന് കൊടുത്തേക്ക്. ഇത് ഈ ജനങ്ങളൊരു പട്ടിയാക്കുന്ന സ്വഭാവം ഇപ്പം നടക്കുന്ന ഇവിടെ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മാത്രം കേൾക്കാൻ ആളില്ല അല്ലേ? അന്ന് ദുരന്തത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് സജീവമായിട്ട് നിങ്ങളല്ലേ, പക്ഷെ ഇപ്പോഴും ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ദുരന്തം നടന്ന് 113 ദിവസമായി ഇന്നൊക്കെ. ഇതിന്റെ പുനരധിവാസം നടന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഇവിടെ നാട്ടുകാർ തന്നെ സൂചിപ്പിക്കുന്നു, അവരുടെ ജീവിതം വളരെ പ്രയാസത്തിലേക്കാണ് പോകുന്നത്. ഇന്നലെ അടക്കം ഇവിടുത്തെ ആളുകൾ വിളിച്ചു പറയുന്നത് വാടക കയറിയിട്ടില്ല, 1 മാസത്തെ പോലും വാടക കയറിയിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഒറ്റപ്പെട്ടതാവാം, പക്ഷെ ആ ഒറ്റപ്പെട്ട ആളുകൾ വലിയ പ്രയാസത്തിലേക്കാണ്. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ 6000 രൂപയാണ് സർക്കാർ വാടക പ്രഖ്യാപിച്ചത്. 6000 രൂപക്ക് നിലവിൽ എവിടെയും വീട് കിട്ടാനില്ലാത്തൊരു സാഹചര്യം. തുടക്കത്തിലൊക്കെ വിവിധ സംഘടനകളൊക്കെ സഹായത്തോട് കൂടിയിട്ട് വാടക കൊടുക്കാനൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും വരുന്ന ഒരു കാലത്ത് ഇവരെങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമാണ്. വാടകയ്ക്ക് നിൽക്കേണ്ടി വരുന്ന പോലെ അറിയാത്ത അവസ്ഥ. തീർച്ചയായും. കാരണം ഇപ്പൊ സ്ഥലമെടുപ്പ് അടക്കം മനുഷ്യത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. അപ്പൊ കേന്ദ്ര സർക്കാരാണെങ്കിൽ 1 രൂപ പോലും കൊടുക്കാത്തൊരു സാഹചര്യം. ഇന്നലെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ല എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ കേരളത്തെ അറിയിച്ചു. ത്രിപുരയിലടക്കം 12 പേരുടെ മരണം ഉണ്ടായ സമയത്ത് 4ാമത്തെ ദിവസം 40 കോടി രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് കേന്ദ്ര ബജറ്റിൽ സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്ന ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന തുകയെക്കുറിച്ചിട്ടാണ് കേന്ദ്രം പറയുന്നത്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും സർക്കാർ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തോട് എന്തോ ഒരു ചിറ്റമ്പ നയം സ്വീകരിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്രം പോകുന്നത്. കണക്ക് കൊടുക്കുന്നില്ല. ഒരു ദുരന്തമുണ്ടായാൽ അടിയന്തര ധനസഹായം അനുവദിക്കാൻ ഒരു കണക്കും ബാധകമല്ല. ത്രിപുരയിലടക്കം ഹിമാചലിലടക്കം ഈ കണക്കൊന്നും ബാധകമല്ലാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചത്. ആ ഒരു നിലപാട് പോലും കേരളത്തോട് കാണിച്ചില്ല. ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനം ചെലവഴിച്ചത് എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു തുക ചെലവഴിച്ച് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ട് ഈ നാടിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു ഗൌരവമുള്ള വിഷയമാണല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട് ഭരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയണം. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരന് ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാരനോ CPM-കാരനോ ലീഗുകാരനോ മാത്രമല്ല, BJP-കാരുണ്ട്, അതുപോലെ മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ മനുഷ്യരാണല്ലോ. ആ മനുഷ്യരോട് ഈ സർക്കാരിന് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. നമ്മൾ നികുതി കൊടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സർക്കാരിനാണ്. പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി സർക്കാരുകൾക്കാണ്, അത് കേന്ദ്രമായാലും കേരളമായാലും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തിന് ശേഷമുള്ള? ഞാൻ മേപ്പാടിയുള്ള ആളാണ്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ജീവൻ രക്ഷാ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇന്നലത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാനും ഇവരൊക്കെ ഒന്ന് കാണാനും വേണ്ടി വന്നതാണ്. പക്ഷെ നമുക്കൊക്കെ അറിയുന്നത് എന്താ വെച്ചാൽ ഈ മേപ്പാടി മേഖലയിലൊക്കെ ഇപ്പോൾ ഇവർ ഈ വാടക വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വലിയ പ്രയാസത്തിലാണ്.
അവരെ മാനസികമായിട്ട് മൊത്തം തളർന്നു, അതുപോലെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും വളരെയധികം പ്രയാസപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടിയൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഈ ഇടിവെട്ടിയവനെ തന്നെ പാമ്പൊത്തി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലാണ്. അപ്പോൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ എത്രയും പെട്ടെന്ന് ഇത് ഇടപെട്ടിട്ട് ഈ പാവങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കണോ മരിക്കണോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അത്തരക്കാരൊക്കെ ഒന്ന് ഇതൊന്ന് അടുത്തറിഞ്ഞിട്ട് ചേർത്ത് പിടിച്ചിട്ട് അവരൊക്കെ എത്രയും പെട്ടെന്ന് വീടും സ്ഥലവും, അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒരു 10 സെന്റ് സ്ഥലം, അതിലൊരു വീട്, അത് എത്രയും പെട്ടെന്ന്. എന്ത് തടസ്സങ്ങളുണ്ട്, എന്ത് സാങ്കേതിക തടസ്സമാണ് ഇവിടെ പറയുന്നതെങ്കിലും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളൊക്കെ ഒറ്റക്കെട്ടായി, നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് കൊടുക്കണം. വീട് കൊടുത്ത് ഇവരെ സാധാ ജീവിതത്തിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഒരു നാട്ടുകാരെന്നുള്ളത്. അതെ, ഞാൻ ഇവിടുത്തുകാരൻ തന്നെയാണ്. ഞാൻ അവിടെ പാടിയിലായിരുന്നു താമസം. അന്ന് പ്രളയം ഉണ്ടായെന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് അങ്ങനെ പോയതാണ്. ഇപ്പൊ കമ്പളക്കാടാണ് താമസം. ആകെ എന്താ പറയാ, ഒന്നും ഒരു മുഴുവൻ പോയതോടെ പാടിയൊക്കെ മൊത്തം പോയതാണ്. ഞങ്ങൾക്ക് അന്ന് ഇപ്പൊ കമ്പളക്കാടിന്ന് ഇപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ഇവിടെയാണ് ജോലി. ഡെയിലി ഇപ്പൊ 40 കിലോമീറ്റർ ഞാൻ ഭാര്യനെയും കൊണ്ട് എന്റെ വണ്ടി കൊണ്ടാണ് വരവും പോക്കൊക്കെ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇനി തുടർന്ന് പാടിയിലുണ്ടായിരുന്ന ആളുകളെ ഒരുപാട് പേരെ കാണാതായില്ലേ? പാടിയിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഇവിടെ ഉള്ള അധികം ഇല്ല. മുണ്ടക്കൈ നിന്നാണ് കൂടുതലും കാണാണ്ടായിട്ടുള്ളത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് കുറെ ആൾക്കാർ മിസ്സിംഗ് ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാല് വീട് എവിടെ ഇനി കിട്ടും എന്ന് അറിയാത്തതൊക്കെ വലിയൊരു വിഷമമല്ലേ? അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഭയം. പോകേണ്ടി വരുമോ? ആ ഒരു ഭയത്തിലാണ് ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നത്. അതാണ് ഇതിലൊരു സുഖേട്ട. ഇപ്പൊ ഈ പുനരധിവാസത്തിന്റെ കാര്യം പറയുമ്പോൾ